സർവദേശീയ തൊഴിലാളി ദിനത്തിൽ പകൽ പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മെയ് 1 വൈകുന്നേരം 5 മണിക്ക് സർവദേശീയ തൊഴിലാളി ദിനത്തിൽ പകൽ പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മരുന്നുകട സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NKM ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയെല്ലാം യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും, ഒഴിവാക്കാൻ കഴിയും എന്നാണ് സംസ്കാരിതരായിട്ടുള്ള നേതാക്കളും ജനസമൂഹവും ചിന്തിച്ചിരുന്നത്. നമ്മൾ ഇന്ന് കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം 700ഓളം രാജ്യങ്ങളെ കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഒരു കാലത്ത്. ഈ രാജ്യങ്ങളെല്ലാം പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. നമ്മുടെ മലയാളത്തിൽ തന്നെ എത്രയോ 4 രാജ്യങ്ങൾ. പകൽ പള്ളുരുത്തിയുടെ പ്രസിഡന്റ് ജോബ് തോട്ടുകടവിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തോപ്പുംപടി BOT ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ജാഥയുടെ സമാപന സമ്മേളനം MV ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഇത് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങളെ പോലും, കക്ഷിയല്ലാത്ത രാജ്യങ്ങളെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്ന ഒരു യുദ്ധമായി മാറിയിരിക്കുന്നു എന്നതാണ്. ഒരു ഭാഗത്ത് അമേരിക്കയാണ്, മറുഭാഗത്ത് ഇറാനാണ്. അതിനടുത്തുള്ള എല്ലാ ആളുകളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിൽ കക്ഷിയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഇറാന് പ്രശ്നമുണ്ട്, മറ്റ് രാജ്യങ്ങൾ ഓരോരുത്തർക്കും ഇസ്രായേലിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റുമുട്ടുന്ന ചരിത്രമുള്ളതാണ്. പക്ഷേ ഇത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോർമൂസ് കടലെടുക്കാം. അതിലൂടെ ഇന്ധന വ്യാപനം നടന്നില്ലെങ്കിൽ ലോകം മുഴുവൻ സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പഴയ കാലമല്ല. പഴയ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ വീടുകളിൽ വിറകടുപ്പോ അറക്കപ്പൊടിയടപ്പോ ഒക്കെ ഉപയോഗിച്ച് ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ്. ആ കാലമല്ല. പകൽ ജനറൽ സെക്രട്ടറി AJ ജെയിംസ് സ്വാഗതം പറഞ്ഞു. അബ്ദുള്ള മട്ടാഞ്ചേരി, പള്ളുരുത്തി സുബൈർ എന്നിവർ യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ നൽകി. ലോക സമാധാന മുഖ്യ സന്ദേശവുമായി പ്രശസ്ത ചിത്രകാരൻ RK ചന്ദ്രബാബു വരച്ച ചിത്രം പകൽ രക്ഷാധികാരി V മുരളീധരൻ മാസ്റ്റർ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് PP സാജു കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.